ഓൺലൈനിൽ ധ്യാനം കൂടുന്നവരെയും പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ എല്ലാവർക്കും ലഭ്യമാകുന്നതിന് എൻ്റെ പ്രിയപ്പെട്ടവനെ, നമുക്കറിയാം കൃപ ദൈവത്തിൻ്റെ ശക്തിയാണ്. ഉടമ്പടിയും കൃപയും തമ്മിൽ ആണ് ബന്ധം. നമ്മൾ കാര്യങ്ങൾ എല്ലാം ചെയ്യണത്, എല്ലാ ജീവിത മുന്നേറ്റങ്ങളും നടത്തുന്നത്, ജീവിത ഉത്തരവാദിത്തങ്ങളുടെയും ബാധ്യതകളുടെയും ഒക്കെ നമ്മൾ അതിജീവിക്കുന്നത് പവർ എന്ന ഒറ്റ സങ്കേതം ഉപയോഗിച്ചുകൊണ്ടാണ്. പവർ മീൻസ് ശക്തി. ഇതിൽ ശക്തി ജീവിത മുന്നേറ്റം നടത്താൻ വേണ്ടി രണ്ട് തരം ശക്തികളെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പഠനം, പ്രാർത്ഥന, പരീക്ഷ, വിവാഹം, മക്കൾ, ജോലി, ഇങ്ങനെയുള്ള എല്ലാ ജീവിത അവസ്ഥകളെ അഭിമുഖീകരിക്കാൻ മനുഷ്യൻ ഉപയോഗിക്കുന്ന സോഴ്സ്, സ്രോതസ്സ് പവർ എന്ന ഒറ്റ സ്രോതസ്സാണ് ശക്തി. ഈ ശക്തി തന്നെ രണ്ട് തരമുണ്ട്. ഒന്ന് മാനുഷികമായ ശക്തിയുണ്ട്. മാനുഷികമായ ശക്തിയുടെ അടിസ്ഥാനം നമ്മുടെ പണം, ആരോഗ്യം, വിദ്യാഭ്യാസം, നമ്മുടെ സ്വാധീന ശക്തി, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് മാനുഷികമായ ശക്തിയിൽ. ബുദ്ധിയൊക്കെ മാനുഷികമായ ശക്തിയുടെ ഭാഗമാണ്. ബുദ്ധി ഉപയോഗിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, ബുദ്ധി ഉപയോഗിച്ചാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. ബുദ്ധി ഓർമ്മശക്തിയും കൂടി ഉപയോഗിച്ചാൽ നമ്മൾ ഓർമ്മയ്ക്ക് ശക്തി എന്ന് കൂടി നമ്മൾ പറയും, അല്ലേ? ഓർമ്മ ശക്തി എന്നല്ലേ പറയേണ്ട ആവശ്യമില്ല, ഓർമ്മയെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇറ്റ് ഈസ് ബേസിക്കലി അനുഭവ തലത്തിൽ ഓർമ്മ ഒരു ശക്തിയാണ്, ബുദ്ധിയെപ്പോലെ തന്നെ ഒരു ശക്തിയാണ്. കാഴ്ച ശക്തി, കേൾവി ശക്തി എന്നൊക്കെ നമ്മൾ പറയണം, അല്ലേ? കാണുന്നതിന് കാഴ്ച ശക്തി എന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഹ്യൂമൻലി സ്പീക്കിംഗ് അതെല്ലാം പവറാണ്, ഫാക്കൽറ്റീസാണ്. അതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പവറാണ്. ഇനി ഒരു വയസ്സും പ്രായമാകുമ്പോൾ കാഴ്ച ശക്തി നശിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. ശക്തി നശിച്ചു, അതൊരു പ്രതിഭാസമാണ്. ശക്തി നശിച്ചു പോവുക. ഇപ്പം ഞാൻ തന്നെ കന്നഡ വെച്ചിരിക്കുകയാണ്. എനിക്ക് കന്നഡ വെച്ചില്ലെങ്കിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് ചെറിയ അക്ഷരങ്ങളുടെ മേലുള്ള എൻ്റെ സ്വാധീന ശക്തി കുറവാണ്. കേൾവി ശക്തി എന്നാണ് പറയുന്നത്. പിന്നെ മസിൽ പവറുണ്ട്, അല്ലേ? മസിൽ പവർ, മസ്കുലർ ശക്തി, പെശിബലം, എല്ലാം ഒരു ശക്തിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബുദ്ധി എല്ലാം ഒരു ശക്തിയാണ്. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ ഉപയോഗിക്കുന്ന സോഴ്സാണ് ശക്തി. ഈ ശക്തിക്ക് ഉണ്ടാകുന്നൊരു കുഴപ്പം, ഇത് ഒരു ടൈം കഴിഞ്ഞാൽ അതിങ്ങനെ ക്ഷയിച്ച് വരും. ഈ ക്രൈസിസിനെ എങ്ങനെ മാനേജ് ചെയ്യുമെന്നാണ് ഉടമ്പടി അന്വേഷിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ശക്തി എന്ത് ശക്തി ആയിക്കൊള്ളട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ, ഒരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞത്, അദ്ദേഹത്തിന് 2 കോടി രൂപ കടം. കഴിഞ്ഞ ധ്യാനത്തെ ഞാൻ ഓർപ്പിച്ചാണ്. അത്രയും ആസ്തി ബിസിനസ് ഉള്ള ഒരാളാണ്. പക്ഷെ പ്രളയം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാക്ടറി ഒരുക്കി കൊണ്ടുപോയി. കാര്യം എങ്ങനെ, പുരക്ക് മുകളിലല്ലേ വെള്ളം പോണത്, ഫാക്ടറിക്ക് മുകളിൽ കൂടി വെള്ളം പോയി. അപ്പോൾ 30 അടി 30 മീറ്ററൊക്കെ ഉയരം വെള്ളം ഉയർന്ന പത്തനംതിട്ടയിലാണ് അദ്ദേഹത്തിൻ്റെ ഫേംസ് ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാക്ടറി നഷ്ടപ്പെട്ടു, ശക്തി പോയി, പിന്നെ കടക്കാരനായി മാറി. അപ്പോൾ ഇങ്ങനെ നമ്മൾ എത്ര ഒരു പവർ ഉണ്ടെങ്കിലും ചില സമയത്ത് നമ്മുടെ ശക്തി പോകും. ഇങ്ങനെ ശക്തി, ആബ്സെൻസ് ഓഫ് പവർ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? അതിന് വാട്ട് ഈസ് ദ ഡിവൈൻ പ്രൊവിഷൻ? ദൈവത്തിൻ്റെ അതിനുള്ള പാക്കേജ് എന്താണ്? അതാണ് ബൈബിൾ അന്വേഷിക്കുന്നത്. ഇൻ കേസ്
ഏതെങ്കിലും ഒരു സെറ്റപ്പിൽ നിങ്ങളുടെ ശക്തി പോയാൽ നിങ്ങളുടെ ബിസിനസ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജെയ്സൺ തോമസ് എന്ന് പറഞ്ഞൊരാൾ സാക്ഷ്യം പറഞ്ഞു. ജെയ്സൺ തോമസ് എന്നെ അട്രാക്റ്റ് ചെയ്തൊരു സാക്ഷ്യമാണ്. ജെയ്സൺ തോമസിൻ്റെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മസ്കറ്റിലൊരു ഇൻഷുറൻസ് ബ്രോക്കറേജ് നടത്തുന്ന ആളാണ്. ഈ ഉടമ്പടിയുടെ ഒരു കാര്യം ഭയങ്കര രസമാണ്. മനുഷ്യന്മാരുടെ എല്ലാ ജീവിത മണ്ഡലങ്ങളെയും ഇതിങ്ങനെ ശരിക്കും താങ്ങി നിർത്തുന്നുണ്ട്. പണ്ടത്തെ ധ്യാനകേന്ദ്രത്തിൻ്റെ ഒരു രീതിയല്ല, രോഗശാന്തിയും മദ്യപാനം അവസാനിപ്പിക്കണമല്ല. ഉടമ്പടിയുടെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഓൾ ഒരു ആധുനിക മനുഷ്യൻ കടന്നു പോകുന്ന സങ്കീർണമായ എല്ലാ മേഖലകളിലും അവൻ്റെ ഒപ്പം നടക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഒരു ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യന് ഈ ഇൻഷുറൻസ് ബ്രോക്കറേജ് മസ്കറ്റിലെ കമ്പനി പെട്ടെന്ന് ഫ്ലോപ്പായി. ഇയാളുടെ പോലും ശമ്പളം കുടുങ്ങിപ്പോയി. തലശ്ശേരിക്കാരനാണ്, ശമ്പളം കുടുങ്ങിപ്പോയി. 5 മാസത്തെ ശമ്പളമൊക്കെ കിട്ടാനുണ്ട്. നല്ല മിസ്മാനേജ്മെൻ്റ് വന്ന കമ്പനിയാണ്, നല്ല ഭംഗിയായിട്ട് പോകുകയായിരുന്നു. ഈ തോംസൺ ഓക്കെയാണ്, പക്ഷേ സ്റ്റാഫെല്ലാം പറയുന്നുണ്ട്, സാറേ എങ്ങനെയെങ്കിലും സാർ ഈ കമ്പനിയുടെ തലപ്പത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ സംഭവം കൊളാപ്സ് ആകാൻ കേട്ടാന്ന് പറയും. പക്ഷെ തലപ്പത്ത് വരുന്നതിന് ഇയാളെക്കാൾ സീനിയോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ ആ കമ്പനിയിലുണ്ട്. അവരെ ഓവർടേക്ക് ചെയ്യാൻ ഇയാൾക്ക് പറ്റത്തില്ല. അത് എല്ലാ ഫേംസിനും ഉള്ളൊരു ബാധ്യതയാണ്. ആ ഫേംസിൻ്റെ ആദ്യകാലം മുതലേ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ എല്ലായിടത്തും ഉണ്ടാവും. അവർ ചിലപ്പോൾ ആ കമ്പനിയുടെ വളർച്ചയ്ക്കൊപ്പം ചിലപ്പോൾ എഡ്യൂക്കേഷനോ എക്സ്പീരിയൻസോ മാസ്റ്ററിയോ ഒക്കെ ഉണ്ടാകത്തില്ല. അത് എല്ലാ കമ്പനികൾക്കും ഉണ്ടാകുന്ന ശേഷം വേണം. അത് തുടക്കത്തിൽ അതിനെ അവർ ഉദ്ദേശിച്ച് കാണത്തില്ല. ചിലപ്പോൾ വരെ ചിട്ടി കമ്പനിയായിട്ട് തുടങ്ങിയ സംഭവമായിരിക്കും, അപ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കും. ഇൻഷുറൻസ് ബ്രോക്കറേജ് ഇൻ്റർനാഷണലായിട്ട് മാറിയപ്പോൾ അതിനാവശ്യമായ ഇൻ്റലിജൻ്റൊക്കെ വേറെ ഒരു മാസ്റ്ററിൽ നിന്നാണ് വരേണ്ടത്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാർക്കുണ്ട്, പക്ഷെ അവരെ മാറ്റാനും പറ്റുന്നില്ല. അവിടെ ശമ്പളം തന്നെ 1 കോടി രൂപയാണ് ഒരു വർഷം. അവിടുത്തെ സിയോയുടെ ശമ്പളം ഒരു വർഷം 1 കോടി രൂപയാണ്. ദാറ്റ് മീൻസ് 10 ലക്ഷം രൂപ അടുത്ത് വരുന്നുണ്ടല്ലോ. 10 ലക്ഷം രൂപ അടുത്ത് ഒരു മാസം ശമ്പളം വരുന്നുണ്ട്. 10 ലക്ഷം രൂപ അടുത്ത് ഒരു മാസം ശമ്പളം വരുന്ന ഒരാളെ ഒരു കമ്പനി തീറ്റിപ്പോറ്റിയാൽ എത്ര കാലം കമ്പനിക്ക് സർവ് ചെയ്യാൻ പറ്റും? പറ്റത്തില്ല. അങ്ങനെ ഈ സാധനം ഇങ്ങനെ ഈ റോക്കറ്റ് വിട്ട പോലെ തന്നെ തിരിച്ച് കുത്തണ പോലെ കടലിൽ കുത്തിക്കൊണ്ടിരിക്കുകയും, കടലിൽ കുത്തി ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ സിയോയുടെ താഴെയുള്ള ആളാണ്. അയാളുടെ ശമ്പളം 5 മാസത്തേക്ക് പെൻഡിങ് ആയി. സ്റ്റാഫിൻ്റെ ശമ്പളം പെൻഡിങ്. അപ്പോഴാണ് സുഹൃത്ത് ഉടമ്പടിയെക്കുറിച്ച് പറയണത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഉടമ്പടി അറ്റ കൈയാണെന്ന് പറയാൻ കാരണം എന്താണ്? ഇയാളുടെ ഹ്യൂമൻ പവർ ലോസായി. ഈ കമ്പനിക്ക് ഇനി എത്ര ബുദ്ധിശക്തി ഉണ്ടായിട്ടും കാര്യമില്ല. അവർക്ക് ചിലപ്പോൾ നല്ല CA IAM പഠിച്ച ആൾക്കാരുണ്ടാവും. പക്ഷെ അവർക്ക് എന്നും ശമ്പളം കിട്ടണില്ല. അവരെത്ര ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ളവരാണെങ്കിലും എഡ്യൂക്കേഷൻ കലിബർ ഉള്ളവരാണെങ്കിലും ഈ കമ്പനിയുടെ അകത്ത് അവർക്ക് സർവൈവിങ് ഇല്ല. അതാണ് ശക്തി പോണെന്ന് പറയണത്. ശക്തി പോണത് എത്ര കപ്പാസിറ്റി ആൾക്കാർ, നിങ്ങളും ചിന്തിക്കണം. എത്ര കപ്പാസിറ്റി ഉണ്ട് എന്ന് അല്ല പ്രശ്നം. നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടായാൽ നമ്മളൊരു ബ്ലാങ്കായി പോകും. അപ്പം അങ്ങനെ ഈ കമ്പനി സിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യന് ഉടമ്പടി ചെയ്യും. ഉടമ്പടിയിലൂടെ ഒരു പ്രശ്നം, ഉടമ്പടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഉടമ്പടി വർക്കൗട്ട് ചെയ്യുന്ന ഫോർമാറ്റ് തന്നെ അത് ഹ്യൂമൻ പവറിലല്ല. ഒരു ഹ്യൂമൻ പവറിലല്ല ഇത് വർക്ക് ചെയ്യണത്. ഹ്യൂമൻ പവർ എന്ന് പറയുന്നതാണ് എല്ലാ കമ്പനികളുടെയും ഒക്കെ ഒരു ആസ്തി എന്ന് പറയുന്നത്. സാധാരണ ആസ്തി മനുഷ്യധനം എന്ന് പറയത്തില്ലേ നമ്മൾ, ആൾക്കാരുടെ ഹ്യൂമൻ പവർ. അതുപോലെ ആൾക്കാരുടെ ആസ്തി എന്ന് പറയുന്നത് ബുദ്ധിയും എഡ്യൂക്കേഷനൊക്കെ. പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യണില്ല ഇവിടെ. ഇത് ക്ഷയിച്ചപ്പോൾ കമ്പനിയെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വന്നാൽ പിന്നീട് ബൈബിൾ പറയണത് ഈ മനുഷ്യൻ്റെ പവർ ബലഹീനമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ വർക്ക് ചെയ്യണത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തി വർക്കൗട്ട് ചെയ്യാൻ നിലവിൽ കൃത്യമായിട്ടുള്ള പ്രോജക്റ്റ് ഇല്ല. നമ്മൾ നൊവേന കൂടുന്നുണ്ട്, പ്രാർത്ഥന കൂടുന്നുണ്ട്, സിംഗിൾ എഡ്ജാണ് സാധനം. ഈ സിംഗിൾ എഡ്ജിനൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം മേജർ പ്രോജക്റ്റ് എടുക്കാൻ പാടായിരിക്കും. കാര്യം അതിനകത്ത് ദൈവം കക്ഷിയല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ മാത്രമാണ് കക്ഷി. നമ്മളെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ മാത്രമാണ് കക്ഷി. ബാക്കി ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ സമർപ്പിക്കുകയാണ്. അത് ദൈവം അക്സെപ്റ്റ് ചെയ്തോ ഇല്ല എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷെ ഉടമ്പടി വരുമ്പോൾ അങ്ങനെയല്ല. ഇത് ബൈലാറ്ററൽ
ദൈവത്തിന് കുറച്ച് നിബന്ധനകളുണ്ട്, എനിക്ക് നിയോഗമാണുള്ളത്. ഇത് ബൈബിളിൻ്റെ ഒരു പ്ലാൻ ആൻഡ് സ്കീമാണ്, ആദ്യം മുതലേ ഉള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ബലഹീനത വന്ന പിന്നെ അടുത്ത ഓപ്ഷൻ ഹ്യൂമൻ പവർ ലോസായി കഴിഞ്ഞാൽ, ബുദ്ധിയായാലും ശക്തിയായാലും ധനമായാലും ഹ്യൂമൻ പവർ ലോസായി കഴിഞ്ഞാൽ പിന്നെയുള്ള ഓപ്ഷൻ ഡിവൈൻ പവറാണ്. ഡിവൈൻ പവറിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് കൃപയെന്ന്. നമ്മൾ കൃപയെന്ന് പറയുമ്പോൾ പ്രസാദം എന്നൊക്കെ പറയാം, അതൊന്നും അല്ല സംഭവം. ഇറ്റ്സ് എ പവർ. അത് എപ്പോഴും ഉള്ള ഇതിൻ്റെ ഫണ്ടമെൻ്റൽ വേർഡ് എന്ന് പറഞ്ഞാൽ 2 കൊറിന്ത്യസ് 10:9. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 2 കൊറിന്ത്യസ് 10:9 ശ്രദ്ധിക്കട്ടെ. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. ഏറ്റു പറഞ്ഞ എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി, എന്റെ ശക്തി മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അപ്പൊ ബലഹീനത വന്നാൽ, ഇപ്പൊ ജെയ്സൺ തോമസ് എന്താണ്, ഒരു ബലഹീനതയിലാണ്. എന്താണ്, കമ്പനി ലാപ്സായി പോയിക്കൊണ്ടിരിക്കുന്നു, അയാൾക്ക് ശമ്പളം കിട്ടിയിട്ട് 5 മാസമായി. ഈ ബലഹീനത ഇനി പ്രവർത്തിക്കാൻ എന്താ പറയണത്? അടുത്ത വായിച്ച എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ഇനി കമ്പനി പൊക്കിയെടുക്കാൻ ദൈവത്തിന്റെ ശക്തി മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ ശക്തി വേണമെന്നുണ്ടെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. സാധാരണ ലെവലിലുള്ളതിന് അത്ഭുതം എന്നല്ല പറയണത്. സാധാരണ അവർ കഴിഞ്ഞുകൂടെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. പക്ഷേ എക്സ്ട്രാ ഒരു വിഷയം വന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ ഒരു പ്രോജക്റ്റേ ഉള്ളൂ, അത് ഉടമ്പടിയാണ്. അത്ഭുതം ഈ തോമസിൻ്റെ കമ്പനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, ജെയ്സൺ തോമസിൻ്റെ കമ്പനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മാനുഷികമായിട്ട് ഓപ്ഷൻസ് ഒന്നുമില്ല. പിന്നെയുള്ളത് എന്താണ്? ദൈവികമായ ശക്തി പ്രവർത്തിക്കണം. ദൈവമായ ശക്തി പ്രവർത്തിക്കണം. ദൈവം പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ഫോർമാറ്റിലേക്ക് നമ്മൾ വരണം. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ഫോർമാറ്റ് എന്താണ്? ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അത് ഉടമ്പടിയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 34:10. പുറപ്പാട് 34:10. ശ്രുതികട ഹല്ലേലൂയ. പുറപ്പാട് 34:10. അവിടുന്ന് അരുളി ചെയ്തു. അവിടുന്ന് അരുളി ചെയ്തു, ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്ത് ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിന്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. ഇതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? ഉടമ്പടിയും അത്ഭുതവും തമ്മിലാണ് ബന്ധം. അത്ഭുതങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയും, ഇപ്പം നമ്മൾ കൃപാസനത്തിൻ്റെ നിങ്ങൾ പുതിയ യൂട്യൂബ് കണ്ടോ? ഒരു ദിവസം 100 സാക്ഷ്യം വെച്ചാൽ കിട്ടണത്. അത്ഭുത സാക്ഷ്യങ്ങൾ 100. ഇപ്പോൾ പുതിയതല്ല, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ആദിമസഭയുടെ മുഖമുദ്രയാണ്. അത് അപ്പോസ്തലന്മാരൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങളുടെ അപ്പോസ്തലന്മാരെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയണതും പ്രവാചകന്മാർ, അതുപോലെ തന്നെ സുവിശേഷ പ്രഘോഷകർ, അത്ഭുതം പ്രവർത്തിക്കുന്നവർ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം ചില കാര്യങ്ങൾക്ക് അത്ഭുതം, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, അത്ഭുതം പ്രവർത്തിക്കുന്നവർ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ. 1 കൊരിന്തോസ് 12:28. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാരെയും രണ്ടാമത് പ്രവാചകന്മാരെയും മൂന്നാമത് പ്രബോധകരെയും തുടർന്ന് അത്ഭുത പ്രവർത്തകർ, രോഗശാന്തി നൽകുന്നവർ, സഹായകർ, ഭരണകർത്താക്കൾ, വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നവർ എന്നിവരെയും നിയമിച്ചിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം നിയമനമാണ് ശരിക്കും. ഇപ്പൊ സഹായകരെന്ന് പറഞ്ഞു കണ്ടില്ലേ? അപ്പോൾ ആദ്യം അപ്പോസ്തലന്മാർ,
പിന്നെ പ്രവാചകർ, 4-ാം സ്ഥാനത്താണ് ഈ അത്ഭുതം പ്രവർത്തിക്കുന്നവരും, 5-ാം സ്ഥാനത്താണ് രോഗശാന്തി പ്രവർത്തിക്കുന്നവരും. അതിൻ്റെ കൂടെ തന്നെയാണ് സഹായകർ. സഹായകരെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ തന്നെ ഇവിടെ നിന്ന് മാത്രം എത്രയോ വർക്കേഴ്സ്, 100 വർക്കേഴ്സുണ്ട് ഇവിടെ. ശുശ്രൂഷകർ എന്ന് പറയുന്ന കർത്താവിൻ്റെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണത്. 10 ഉടമ്പടിക്കേണ്ട 13 കൗണ്ടേഴ്സ് ഉണ്ട്. ഈ 13 കൗണ്ടേഴ്സ് കൊണ്ട് 4.5 മണിക്കൂർ കൊണ്ടാണ് ഉടമ്പടി പ്രോസസ്സായി എടുക്കുന്നത്. അതിനുള്ളിൽ 100 പേരുടെ സഹായം നമുക്ക് കിട്ടിയാലേ ഇത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റത്തുള്ളൂ. അത് സഹായിക്കുന്നു. പക്ഷേ അത് സഹായം ഒരു ശുശ്രൂഷയാണ്, അതൊരു ഫങ്ഷനല്ല, ഒരു വർക്കല്ലത്, അതൊരു മിനിസ്ട്രിയാണ്. സഹായകർ ആദിമസഭ ഉണ്ടായതാണ്. പക്ഷേ ഇതെല്ലാം അപ്പോസ്തലന്മാർക്ക് വിധേയമായിരിക്കണം. അപ്പോസ്തലന്മാരുടെ സ്ഥാനത്തുള്ള ആരാണ്? ബിഷപ്പുമാരാണ്. അതുപോലെ അതിനുശേഷം ഈ പ്രവാചകന്മാർ വരെ ബിഷപ്പുമാരാണ്. അതിൻ്റെ പ്രഘോഷകരുണ്ടാവും, പ്രവാചകരുണ്ടാവും. അതെല്ലാം വചന പ്രഘോഷമായിട്ട് ബന്ധപ്പെട്ട മിഷണറീസാണ്. അപ്പോൾ അവരെല്ലാം ആരായാലും ശരി അപ്പോസ്തലനും വിധേയമായിരിക്കണം. അപ്പോസ്തലനാണ് അധികാരം ദൈവം കൈമാറിയിരിക്കുന്നത്. അപ്പോൾ ഇത് സഭയുടെ ഒരു സ്ട്രക്ചറാണ്. അതിൻ്റെ ഭാഗമായിട്ട് ചില സമയത്ത് ഒരു വ്യക്തിക്ക് ഒരു ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കേണ്ടാതെ നിക്കക്കളിയില്ലാതെ വരുമോ? ഇപ്പോൾ ജെയ്സൺ തോമസിൻ്റെ പ്രശ്നം അതല്ലേ. ജെയ്സൺ തോമസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുറപ്പാട് 34:10 അനുസരിച്ച് കൊണ്ട് ദൈവം ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നത് അത്ഭുതം പ്രവർത്തിക്കാൻ തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ ആ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ഈ ജെയ്സൺ തോമസ് എന്താ ചെയ്തിരിക്കുന്നത്? ഉടമ്പടി എടുത്ത ഉടനെ എന്ത് അത്ഭുതമാണ് അവിടെ നടന്നത്? ഉടമ്പടി എടുത്ത് ആ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, ആ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച ഇട്ടതാണ്. ഈ ജെയ്സൺ തോമസ് കൂപ്പുകുത്തണ തൻ്റെ സീറോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന തകർച്ചയെ ബാധിക്കുന്ന കമ്പനി രക്ഷപ്പെടാൻ വേണ്ടി മാതാവുമായിട്ട് മധ്യസ്ഥയിൽ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ ഒരാഴ്ചക്കുള്ളൊരു സംഭവം നടക്കും. എന്താണ്? ബർബേഷ എന്ന് പറയുന്ന ഒരു ഗുജറാത്തുകാരനാണ് CEO. അയാളാണ് ഇതിനെ തലപ്പത്തിരിക്കുന്നത്. അയാളുടെ സ്റ്റിയറിങ്ങിലാണ് കമ്പനി പോണത്. അയാൾക്കാണ് 1 കോടി രൂപ ശമ്പളം, ഒരു വർഷമാണ് 10 ലക്ഷം രൂപ വെച്ച് മാസം. അയാൾ ഈ ഉടമ്പടി എടുത്തോടുകൂടി പൊടുന്നനെ രാജിയായിക്കളയും. പൊടുന്നനെ രാജിവെച്ച് പോകും, ആരോടും ചോദിക്കാതെ പൊടുന്നനെ രാജിവെച്ച് പോവുകയും കമ്പനിക്ക് പിന്നെ ഓഫർ കിട്ടുകയും പെട്ടെന്ന് കമ്പനി ഷൂട്ടപ്പ് ചെയ്തിട്ട് ജെയ്സൺ തോമസ് CEO ആവും. ഇതിൻ്റെ വിഷയം അതാണ്. ഇത് നമ്മൾ നടക്കുന്ന ഒറ്റ ആഴ്ച കൊണ്ട് നടക്കുന്ന അത്ഭുതമാണിത്. അങ്ങനെ ചില ജീവിതത്തിൻ്റെ ചില ഭാഗത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കാതെ വേറെ ഒരു മാർഗമില്ലാതെ വരും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്, ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ഉടമ്പടി എടുക്കാവൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ കക്ഷി ചേർക്കാതിരിക്കണം നല്ലത്. കാര്യം ദൈവത്തിനെ നമ്മളിൻ്റെ അകത്ത് കക്ഷിയാക്കുമ്പോൾ ഫുൾ ആൻഡ് ഫുൾ ദൈവമായിരിക്കണം. ഇത് മറ്റത് കുറച്ച് നിങ്ങളിലും ആശ്രയിക്കും, ദൈവത്തിനും ആശ്രയിക്കും. ഇപ്പം നിങ്ങൾ പഠിക്കുന്നവരുണ്ടെങ്കിൽ, നല്ലോണം പഠിക്കുന്നവരുണ്ടെങ്കിൽ ദൈവം അതിൻ്റെ അകത്ത് കക്ഷിയാക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് നേരത്തെ തന്നിട്ടുള്ളതാണ്. ഉൽപ്പത്തി 1:28 സന്താനപുഷ്ടിയുടെ പെരുകണം, ഭൂമിയെ കീഴടക്കണം. അപ്പോൾ ജീവിതം ഏത് സാഹചര്യത്തിലായാലും ജീവിതത്തെ കീഴടക്കാനുള്ള ബുദ്ധിയും ശേഷിയും ശമുഷിയും ഒക്കെ ദൈവം ഓൾറെഡി ബൈ ബർത്ത് ഇറ്റ് ഈസ് ഗിവൺ. അതിന് ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് എന്ന് പറയും. ഈ ജനറ്റിക്കൽ ബ്ലെസ്സിങ്സിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായാൽ ആണ് ഉടമ്പടി വരണത് ശരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ബീന എസ് നായർ ഒരു സാക്ഷ്യം പറഞ്ഞു. ബീന എസ് നായർ ആ സാക്ഷ്യമുണ്ട്. എന്താ സാക്ഷ്യം എന്ന് പറയുന്നത്? അവരൊരു ജ്യോതിഷിയാണ്, ജ്യോതിഷം പഠിച്ച ആളാണ്. അപ്പോൾ അവരത് പറയുന്നുണ്ട്, ഞാൻ ജ്യോതിഷിയാണ് എന്ന് പറയുന്നു. പക്ഷെ അവരുടെ സാക്ഷ്യം എന്താണ്? അവരുടെ മകന് 1, 2, 3 136 കല്യാണമാണ് വരണം. 136 കല്യാണം അവരത് പറയുന്നുണ്ട് സാക്ഷ്യത്തിൽ. 136 കല്യാണം വന്നിട്ട് ഒരെണ്ണം പോലും ഒക്കണില്ല. ഇവനിപ്പോൾ എന്നാ പറ്റി? 36 വയസ്സായി. അപ്പം മെരിട്ട് പോയി. 36 വയസ്സെന്ന് പറയുമ്പോൾ യൂറോപ്യൻസാണ് സാധാരണ 35 വയസ്സിൽ കെട്ടണത്, കല്യാണം കഴിക്കണത്. അവരുടെ പഠനവും പ്രൊഫഷനൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഡേറ്റ് ചെയ്ത് കുറേ ആൾക്കാർക്ക് ഉപേക്ഷിച്ച് അങ്ങനെ അവസാനം ചൂസ് ചെയ്ത് ആരെങ്കിലും ഒരാളെ കല്യാണം കഴിക്കും. എന്തെങ്കിലും നിൽക്കുന്നുണ്ടാകുന്നത് വേറെ വിഷയം. അത് അവരുടെ കൾച്ചറിൻ്റെ ഒരു വിഷയമായിട്ട് മാറുകയാണ്. പക്ഷെ നമ്മുടെ കൾച്ചർ അങ്ങനെയല്ല. നമ്മുടെ കൾച്ചറിൽ ഇപ്പോൾ 18 വയസ്സ് തന്നെ ആൾക്കാർ കല്യാണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? പണ്ട് പോലെ ഇവിടെ നിലവിലുള്ള ആചാരമാണ്. അതല്ലേ ഈ ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന് ഗവൺമെൻറ് പറയണത്. അതിൻ്റെ ഉദ്ദേശത്തിന് പല ഉദ്ദേശമുണ്ട്. കാര്യം ഇവിടുത്തെ ഒരു പൗരനാകുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുവായിട്ടുള്ള ഒരു കോഡ് വേണമെന്ന് ഒരു സെക്കുലർ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഇവിടുത്തെ കല്യാണപ്രായം ഒരു 24 വയസ്സാണ് ഒരു മിനിമം. അതായി ആ മിനിമത്തിൽ നിന്ന് മാറിയിട്ട് മെറിറ്റ് പോവുകയാണ്. ഹൗ ഹീസ് ലൂസിങ് ഹിസ് മെറിറ്റ്, ദാറ്റ്സ് ഐ ആം പോയിൻറ്റിങ്. അതായത് അയാളുടെ മെറിറ്റ് എങ്ങനെയാണ് പോണത്? 24 വയസ്സ് കഴിഞ്ഞ് 25 വയസ്സായി, 26 വയസ്സായി, 30 വയസ്സായി, 31ആയി, 32ആയി,
കല്യാണം ഇങ്ങനെ വരുന്നു പോകുന്നു, ഒന്നും ഒക്കണില്ല. 36 വയസ്സായി. 136 കല്യാണങ്ങൾ വരുന്നെന്ന് പറയുമ്പോൾ അവിടെ മെരിറ്റ് 0 മെരിറ്റ് വന്നു. മാനുഷ്യമായി 0 മെരിറ്റായി. ഈ 0 മെരിറ്റായി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഉടമ്പടി വർക്ക് ചെയ്താൽ എങ്ങനെ? നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നോട്ട് ബൈ മെരിറ്റ് എന്ന് പറയുന്നുണ്ട്. മെരിറ്റിനകത്ത് അവിടെ ഒരു സാധനവും ഇല്ല. നിങ്ങളെന്താ പറയുക, പല കാര്യങ്ങളും നിങ്ങൾക്ക് മെരിറ്റുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഉടമ്പടി വെക്കണത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരണത്. നിങ്ങൾക്കോ ഇതിപ്പോൾ പ്രാർത്ഥിച്ചില്ല നടക്കും. എൻ്റെ ആങ്ങളെയാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റ്. ഇപ്പം ലൈഫിൻ്റെ വീട് വരുമ്പോൾ എനിക്ക് കിട്ടുമെന്ന് പറയത്തില്ലേ? എൻ്റെ ആങ്ങളെയാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റ്. അത് ലൈഫിൻ്റെ വീട് വരുമ്പോൾ എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളിവിടെ കൊണ്ടുവന്ന് മാതാവിനോട് വീട് തരണമെന്ന്, ലൈഫിലെ വീട് തരണമെന്ന് പറയുമ്പോൾ വിഷയമാകും. കാര്യം എന്താണ്? മെരിറ്റ് നിങ്ങൾ ഓൾറെഡി ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. ആങ്ങളെ വെച്ച് നിങ്ങളുടെ മെരിറ്റ് ഹൈജാക്കാക്കി. പിന്നെ അത് ഉടമ്പടി വെച്ച് ദൈവത്തിന് എന്താ നാണം കെടുത്തുന്നത്? അവിടെയാണ് ലാഗിങ് വരേണ്ടത്. ഉടമ്പടി ലാഗിങ് വരരുത്. ഇത് 0 മെരിറ്റാണ്. ഇപ്പോൾ ബീനേസ് നായറിൻ്റെ മകനെ സംബന്ധിച്ചിടത്തോളം കല്യാണം എന്ന് പറഞ്ഞാൽ 136 കല്യാണം കഴിഞ്ഞു, വന്നു പോയി, കണ്ടിട്ട് ഒന്നിനും ഒത്തില്ല. പിന്നെ അദ്ദേഹത്തിന് 36 വയസ്സുമായി. 0 മെരിറ്റാണ്. ഈ 0 മെരിറ്റുള്ള ആൾ എങ്ങനെയാണ് ഉടമ്പടി എടുക്കുമ്പോൾ ആ ആഴ്ചത്തെ തന്നെ കല്യാണം നടക്കണത് എങ്ങനെയാണ്? ഇതാണ് പുറപ്പാട് 34:10. എന്താണ്? ഞാൻ നീയുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യാം. നിനക്ക് 0 മെരിറ്റാണെങ്കിലും ശരി, ഞാൻ 0 മെരിറ്റ് വരുമ്പോഴാണ് അത്ഭുതം പ്രവർത്തിക്കണത്. വീണ്ടും വചനം വായിച്ചേ. നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എഫെസ്യൻസ് 2:8. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എഫെസ്യസ് 2:8. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പോൾ ദൈവത്തിന്റെ ദാനം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ നേടിയെടുത്തതല്ല, നിങ്ങൾക്കത് മെരിറ്റില്ലെന്നാണ്. അതാണ് എഫെസ്യസ് 2:8. അത് നിങ്ങൾ നേടിയെടുത്തതല്ല. നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ എഡ്യൂക്കേഷൻ കൊണ്ടോ സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി കൊണ്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടോ നിങ്ങൾ നേടിയെടുത്തതല്ല. അവിടെ നിങ്ങളുടെ നേട്ടം 0 മെരിറ്റാണ്. പിന്നെന്താണ്? ദൈവത്തിൻ്റെ ദാനമാണ്. ഒന്ന് പറഞ്ഞ്, ദൈവത്തിൻ്റെ ദാനമാണ്. 0 മെരിറ്റിൽ വരുമ്പോൾ പിന്നെയുള്ള ഓപ്ഷൻ ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ദൈവത്തിൻ്റെ ദാനം എപ്പോഴും വരണത് അത്ഭുതങ്ങളുടെ രൂപത്തിലാണ്. നമുക്ക് മെരിറ്റ് ഇല്ലെങ്കിൽ പിന്നെ അത്ഭുതമാണ് ഉണ്ടാകണം. പിന്നെ ഓപ്ഷൻ അതാണ്. അതുകൊണ്ടാണ് ആ അത്ഭുതം പ്രവർത്തിക്കാൻ ഉടമ്പടി തന്നെ വേണമെന്ന് പുറപ്പാട് 34:10 പറയണത്. പുറപ്പാട് 34:10 ഒന്ന് വായിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അവിടുന്ന് അരുൾ ചെയ്തു, ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ എന്റെ ജനത്തിന്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. ഇത് ദൈവത്തിന്റെ വാക്കാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ദൈവത്തിന്റെ വാക്ക് നിറവേറുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ ദാനങ്ങൾ ലഭിക്കണത്. ദൈവത്തിൻ്റെ ദാനങ്ങൾ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബേസിക്കായിട്ട് നമുക്ക് വിശ്വാസം ഉണ്ടാകണം, അല്ലേ? അതാണ് എഫെസ്യസ് 2:8. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വിശ്വാസം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എഫെസ്യസ് 2:8. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, വീണ്ടെടുക്കപ്പെടുന്നത്. അപ്പോൾ കൃപ ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് പറയുമ്പോൾ വിശ്വാസം വഴി ഇപ്പം നമ്മൾ 2 കൊരിന്ത്യർ 12:9, 2 എഫെസ്യർ 2:8 കൂടി ലിങ്ക് ചെയ്ത് വായിക്കും. മനസ്സിലാക്കേണ്ടത് എന്താണ്? വിശ്വാസം വഴി കൃപയാലാണ്. അത് മീൻസ് ദൈവത്തിൻ്റെ ശക്തിയാലാണ്. ഒന്ന് പറഞ്ഞ, വിശ്വാസം വഴി ദൈവത്തിൻ്റെ കൃപയാലാണ്, അഥവാ ദൈവത്തിൻ്റെ ശക്തിയാലാണ് അത്ഭുതങ്ങള് പ്രവർത്തിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ദാനം ഉടമ്പടി വഴി നമ്മൾക്ക് ലഭിക്കുന്നത്. കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ശക്തി പ്രവർത്തിച്ച് അളവില്ലാത്ത നിൻ കൃപമതിയേ, കൃപമതിയേ, കൃപമതിയേ,
മതിയേ